പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ ജനുവരി മാസം 9 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് യേശുവായിക്ക് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്തു നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്. ആ നല്ല കർത്താവിനെ കരമുയർത്തി സ്തോത്രം പറയാം. കർത്താവെ സ്തോത്രം 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 സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ആമേൻ, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന് ആമേൻ, അത്ഭുതമായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. സങ്കീർത്തനക്കാരൻ 146 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക, ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ആമേൻ. ഈ പ്രഭാതത്തിൽ കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ടാകും. ആ ആവശ്യങ്ങളിലൊക്കെ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ, ദൈവിക സമാധാനം ഇറങ്ങി വരട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഈ പകൽക്കാലം തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകുന്നതിന് സ്തോത്രം. രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവേ, ആമേൻ. ഈ പ്രഭാതത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ആമേൻ ആമേൻ, അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. കഴിഞ്ഞ കുറേ നാളുകളായി വയറിനകത്ത് സുഖമില്ലാതെ, ലൂസ് മോഷൻ, വോമിറ്റിംഗ് സെൻസേഷൻ, ഇങ്ങനെ വയറിനകത്ത് അസ്വസ്ഥതയാൽ കുറേ ദിവസങ്ങളായി ഭാരപ്പെട്ടിരിക്കുന്നു. ആമേൻ. ചിലർ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ആ വയറിനകത്തുണ്ടായ ആമേൻ മരുന്ന് കഴിച്ചു നോക്കി കാരണം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, പക്ഷേ വയറിനകത്ത് ഭയങ്കര അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ചിലർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണമായ സൗഖ്യവും സ്വസ്ഥതയും ആ വയറിനകത്തുണ്ടായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ലോ ബാക്ക് പെയിൻ, നടുവിൻ്റെ അടിഭാഗത്തുണ്ടാകുന്ന വേദന, ഇരിക്കുമ്പോഴുള്ള വേദന, ആമേൻ, രണ്ട് നട്ടലിൻ്റെ രണ്ട് സൈഡിലായിട്ട് അടിഭാഗത്തുണ്ടായിരിക്കുന്ന വേദന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവിന് നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം അപ്പ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം. ആമേൻ. കൃഷിയോടുള്ള ബന്ധത്തിൽ ആമേൻ ഭാരപ്പെട്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ, ആമേൻ, കൃഷി ചെയ്തു പ്രയോജനമില്ല, അത് ഏത് തരത്തിലുള്ള കൃഷിയാണെങ്കിലും അതുമായിട്ടുള്ള ബന്ധത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വർഷം അവരുടെ ജീവിതത്തിൽ ആമേൻ ആമേൻ ആ വിഷയം, ആ ബിസിനസ് അത്ഭുതമായി തീരട്ടെ. അത് നിങ്ങൾ ചെയ്യുന്ന എന്ത് തരത്തിലുള്ള ബിസിനസ്സാണെങ്കിലും ആമേൻ, പ്രത്യേകിച്ച് വീടിനോടുള്ള ബന്ധത്തിൽ ആമേൻ, വീടുമായിട്ടനുബന്ധിച്ച് നിൽക്കുന്ന കൃഷി, അതുപോലെ തന്നെയുള്ള ബിസിനസ്സുകളിൽ ദൈവിക അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് 10th and 12th ബോർഡ് എക്സാംസിന് വേണ്ടി കുഞ്ഞുങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. പ്രീ ബോർഡ് എക്സാംസ് നടക്കുന്നു. കർത്താവ് അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കരം അവരുടെ കൂടെ ഇരിക്കണമേ. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. എല്ലാ സാമ്പത്തിക ക്ലേശങ്ങളും മാറിപ്പോകട്ടെ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഈ വർഷത്തെ 2ാമത്തെ സഭായോഗം ആമേൻ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ അതിൽ നിങ്ങൾ സംബന്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമാകും. ഈ പ്രഭാതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് സദൃശ്യവാക്യത്തിൽ നിന്നാണ്. സദൃശ്യവാക്യം 29 അധ്യായം 25 വാക്യം. ഒരു ഓവർഫ്ലോ ബ്ലെസ്സിങ്സിൻ്റെ വർഷത്തിലാണ് ദൈവമക്കളായി ഞാനും നിങ്ങൾ നിൽക്കുന്നത്. അപ്പം ആ ഓവർഫ്ലോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കിവിടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പറയുന്നു, 25 വാക്യം പറയുന്നു, മനുഷ്യഭയം, അതായത് മനുഷ്യനോടുള്ള ഭയം
ഒരു കണിയാകുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നു രക്ഷ പ്രാപിക്കും. അപ്പം ഈ കണി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കിളിയൊക്കെ പിടിക്കാൻ, പക്ഷികളെ പിടിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ പല രീതിയിൽ പറയും, കെണിയെന്നും പറയും, കണിയെന്നും പറയും, എന്തോ ആയിക്കോട്ടെ, നമുക്ക് കാര്യം പിടികിട്ടിയല്ലോ. അപ്പോൾ ഇത് പക്ഷി കാണുന്നില്ല, പക്ഷേ ഇത് പക്ഷി അറിയാതെ പക്ഷിയെ പിടിക്കാൻ വേണ്ടി ഡേഞ്ചറാക്കി വെച്ചിരിക്കുക. ഇപ്പം ചില മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടി കുഴി കുഴിച്ച് വെക്കും പണ്ടൊക്കെ, ഇപ്പം എനിക്കറിയില്ല. അവൻ ഈ കുഴി കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചപ്പൊക്കെ ഇട്ട് വെച്ചേക്കും. അപ്പോൾ ഇത് നടന്നു പോകുമ്പോൾ ഈ കുഴിയിലോട്ടങ്ങ് വീഴും. അങ്ങനെ അതിനെ പിടിക്കുന്നത്. അപ്പോൾ അറിയാതെ വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെയാണ് മനുഷ്യനോടുള്ള ഭയമെന്ന് പറയും. പക്ഷേ ഡേഞ്ചറാണ്, നമ്മളെ ട്രാപ്പിലാക്കും, നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാതായി പോവും. അപ്പോൾ ഈ കിളി വേടൻ ഒരുക്കി വെച്ചിരിക്കുന്ന കെണിക്കകത്ത് അല്ലെങ്കിൽ കണിക്കകത്ത് കുരുങ്ങി കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ്. അത് കുരുങ്ങിയതാണ്, പിന്നെ മുന്നോട്ട് പറക്കാൻ പറ്റത്തില്ല. അവിടെ കൊണ്ട് ആ ജീവിതം, അവിടെ കൊണ്ട് ആ സ്വാതന്ത്ര്യം നിൽക്കുക, അല്ലെ പിന്നെ അതിനകത്തൊന്നും പിന്നെ പുറത്ത് വരണം. ഇതുപോലാണ് പരിശുദ്ധാത്മാവ് പറയാം, മനുഷ്യനോടുള്ള പേടി. അയ്യോയ്യോ, ഈ മനുഷ്യൻ എന്ത് വിചാരിക്കും, മനുഷ്യൻ എന്നെക്കുറിച്ച് എന്തു പറയും, മനുഷ്യൻ എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്നുള്ളൊരു ഭയം പലപ്പോഴും പലരെയും പിടിച്ചു വെച്ചിരിക്കുക. അത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ മനുഷ്യഭയം ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്നും അവനെ അകറ്റിക്കളയും. ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്നും അവനെ അകറ്റിക്കളയും. ഒരിക്കൽ യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസും മനുഷ്യനെ കണ്ട് പേടിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ തള്ളിപ്പറയാനിട വന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യഭയം എന്താകുന്നു? അതൊരു ഡേഞ്ചറാകുന്നു. അത് നമ്മുടെ ഡെസ്റ്റിനിയിലേക്കുള്ള യാത്രയെ തടയും. പലരും ഇന്ന് പല കാര്യങ്ങൾക്കും ഡിസിഷൻ എടുക്കാൻ നിൽക്കുന്നത് മനുഷ്യനെ പേടിച്ചിട്ട്. അയ്യോ, അവരെന്നാ ചിന്തിക്കും, അവരെന്നെക്കുറിച്ച് എന്നാ വിചാരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും. അവർ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, മനുഷ്യനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് എന്ത് പറ്റി? അവർക്ക് അതൊരു ഡേഞ്ചർ സിറ്റുവേഷനായി നിൽക്കുക. അവരുടെ മുൻപോട്ടുള്ള യാത്രയെ തടഞ്ഞു വെച്ചിരിക്കുക. അവരുടെ ഓവർഫ്ലോയിങ്ങിനെ അത് തടയുക. പലരും ഇപ്പോൾ കർത്താവിൻ്റെ പുറകെ ഇറങ്ങാൻ അറിയാം, സത്യം എന്താണെന്നും ദൈവവചനം ശരിയാണെന്നും അനുസരിക്കണമെന്നും ഒക്കെ അറിയാമെങ്കിലും മനുഷ്യഭയം ഒരു കെണിയായിട്ട് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ഓർപ്പിക്കുക. ദാനിയേലിനെ നോക്കിക്കേ. ദാനിയേലിനെതിരെ രേഖ എഴുതി എന്ന് പറഞ്ഞപ്പോഴും ദാനിയേൽ മനുഷ്യനെ ഭയപ്പെട്ടില്ല. ദാനിയേൽ കർത്താവിനെ തന്നെ ആരാധിച്ചു, ഉറച്ചു നിന്നു. അതുകൊണ്ട് ദൈവം ദാനിയേലിനെ ഉയർത്തിയില്ലേ. ഇന്ന് പ്രഭാതത്തിൽ ഈ ചെറിയ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയാം, മനുഷ്യനെ അല്ല ഭയപ്പെടേണ്ടത്, ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. അപ്പോസ്തലപ്രവൃത്തി വന്നു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മനുഷ്യർ പലതരത്തിൽ അപ്പോസ്തലന്മാരെ ഭീഷണിപ്പെടുത്താൻ നോക്കിയപ്പോൾ അവർ മനുഷ്യൻ്റെ ഭയത്തിനെ കീഴ്പ്പെടാൻ തയ്യാറില്ല. അവർ പറഞ്ഞു, മനുഷ്യനെ അല്ല ഭയപ്പെടേണ്ടത്, ദൈവത്തെയാണ് ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞു. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ ഭയപ്പെടണം, മനുഷ്യനെ അല്ല. മനുഷ്യനെ മാനിക്കണം, സ്നേഹിക്കണം. പക്ഷേ ദൈവം പറയുന്നത് അനുസരിക്കാൻ ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്, മനുഷ്യനെ അല്ല ഭയപ്പെടേണ്ടത്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും രീതിയിലുള്ള മനുഷ്യഭയത്താൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനകത്തും നിങ്ങൾ പുറത്തു വരട്ടെ. മനുഷ്യഭയമുണ്ട്, ദൈവഭയമുണ്ട്. എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത് ദൈവഭയമാണ്. മനുഷ്യഭയം മാറിപ്പോകട്ടെ. ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുവാൻ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. മനുഷ്യഭയം ഒരു കെണിയാകുന്നു, അത് ഡേഞ്ചറാകും, നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. God bless you. God bless you. God bless you.